നമസ്കാരം. A1 ന്യൂസിലേക്ക് സ്വാഗതം. കേരള സഭ നവീകരണത്തിന്റെ ഭാഗമായി അതിരൂപത ദിവ്യകാരുണ്യ വർഷത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് അതിരൂപതയുടെ ചരിത്രത്തിലാദ്യമായി ദിവ്യകാരുണ്യ കോൺഗ്രസ് വേദി ഒരുങ്ങുകയാണ്. ചിറ്റാരിക്കാൽ തോമാപുരത്ത് പ്രത്യേകം ഒരുക്കുന്ന ദിവ്യകാരുണ്യ നഗർ കേന്ദ്രീകരിച്ചാണ് ഈ ബൃഹത്തായ ആത്മീയ ഉത്സവം ഡിസംബർ 11 മുതൽ 14 വരെ നടത്തപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഭാരവാഹികൾ പത്രസമ്മേളനത്തിലൂടെ കാര്യങ്ങൾ വിശദീകരിച്ചു. ഇതിനോടനുബന്ധിച്ച് വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിൽ ദിവ്യകാരുണ്യ കോൺഗ്രസ് ജനറൽ കൺവീനർ മോൺസിഞ്ഞോർ മാത്യു ഇളംതുരത്തിൽ പടവിൽ, ഫാദർ ഡോക്ടർ മാണി മേൽവട്ടം, ഫാദർ ജോസഫ് മുട്ടത്തുകുന്നേൽ, ഫാദർ ജോൺസൺ അന്ത്യാംകുളം, ഫാദർ ജോസഫ് തൈക്കുന്നുപുറം, ഫാദർ ഫിലിപ്പ് ഇരുപ്പുകാട്ട്, ഫാദർ മാർട്ടിൻ മാമ്പുഴക്കൽ, ഫാദർ ജെറിൻ മരശ്ശേരിയിൽ, ഫാദർ ആൽബിൻ തെങ്ങുംപള്ളിയിൽ, സാബു കണ്ടത്തിൻകര, ഷിജിത്ത് കുഴുവേലിൽ, വർക്കി മടക്കാമ്പുറത്ത് എന്നിവർ പങ്കെടുത്തു. 18 ഇടവകളിലായി കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്നും വിശ്വാസികളുടെ ഒരു വലിയ സംഗമ ഭൂമിയായി ഈ തോമാപുരം മാറ്റപ്പെടുന്ന ഒരു വലിയ സംഗമത്തിനാണ് ഞങ്ങൾ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ പൊതുജനമധ്യേ എത്തിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾ നന്ദിയോടെ അനുസ്മരിക്കുക. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇവിടെ ഈ 210 ഇടവകളിൽ നിന്നും ആൾക്കാർ കടന്നു വരുമ്പോൾ ഇതിൻ്റെ വിപുലമായ ഒരുക്കങ്ങളെല്ലാം പൂർത്തീകരിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നടത്തപ്പെടുന്ന ഈ പ്രസ് കോൺഫറൻസിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായി സ്വാഗതം ആശംസിക്കുന്നു. കേരള നവീകരണത്തിൻ്റെയും അതിലുപരിയായി തലശ്ശേരി അതിരൂപത നവീകരണ വർഷ പ്രഖ്യാപനത്തിൻ്റെയും സമാപനത്തോടനുബന്ധിച്ച് തോമാപുരം ഇടവകയെ കേന്ദ്രമാക്കിക്കൊണ്ട് ഒരു വിശുദ്ധ കുർബാന കേന്ദ്രീകൃത സിംബോസിയം ഒപ്പം ദിവ്യകാരുണ്യ പ്രദക്ഷിണവും ഇവിടെ നടത്തപ്പെടുകയാണ്. ഡിസംബർ മാസം 11, 12, 13, 14 തീയതികളിൽ. നമുക്കറിയാവുന്നതുപോലെ സഭ എന്ന് പറയുമ്പോൾ വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമാണ്. സഭയുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയാണ്. സഭയുടെ ആധ്യാത്മിക ജീവിതത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയാണ്. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ പിതാവും അതോടൊപ്പം തന്നെ തലശ്ശേരി അതിരൂപത അധ്യക്ഷനുമൊക്കെ വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ഒരു ആത്മീയതയെക്കുറിച്ച് പലപ്പോഴും നമ്മൾ സംസാരിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വളരെ പ്രത്യേകമായിട്ട് ഈ വർഷം തലശ്ശേരി അതിരൂപത ദിവ്യകാരുണ്യ വർഷമായി പ്രഖ്യാപിക്കുകയും 19ഓളം ഇടവകളിൽ ദിവ്യകാരുണ്യ വർഷ ധ്യാനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉപരിയായിട്ട് ഇതിന്റെ സമാപനത്തോടനുബന്ധിച്ച് മലയോര ഗ്രാമങ്ങളിലെ ആദ്യ കുടിയേറ്റ ഗ്രാമമാണ് തോമാപുരം ഇടവക എന്ന് പറയുക. ഇത് വിശ്വാസികളുടെ സംഗമ ഭൂമിയാണ്. ഈ സംഗമ ഭൂമിയിലേക്കാണ് ഈ വിശ്വാസ വർഷത്തിന്റെ അല്ലെങ്കിൽ ദിവ്യകാരുണ്യ വർഷത്തിന്റെ സമാപനത്തിൽ ദിവ്യകാരുണ്യ കോൺഗ്രസും ദിവ്യകാരുണ്യ കൺവെൻഷനുമായിട്ട് 10,000 എത്തിച്ചേരുക. നമുക്കറിയാം, ഈ കാലഘട്ടങ്ങളിൽ വിശ്വാസ മേഖലകളിൽ അപജയങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിന് കാരണം വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ആത്മീയത രൂപപ്പെടുത്താൻ സാധിക്കാതെ പോകുന്നത് കൊണ്ടാണ്. ആ തിരിച്ചറിവുകൊണ്ട് തന്നെയാണ് തലശ്ശേരി അതിരൂപത വളരെ പ്രാധാന്യം കൊടുത്ത് ഈ വർഷം ദിവ്യകാരുണ്യ വർഷമായി പ്രഖ്യാപിക്കുകയും എല്ലാ ഇടവകളിലും ദിവ്യകാരുണ്യ വർഷ ധ്യാനം സംഘടിപ്പിക്കുന്നു, സിംബോസിയം സംഘടിപ്പിക്കുന്നു, അനുബന്ധമായി ദിവ്യകാരുണ്യ കൺവെൻഷൻ സംഘടിപ്പിക്കുന്നു. അവസാന ദിവസം അഭിനയ പിതാക്കന്മാരും തലശ്ശേരി അതിരൂപതയിലെ മുഴുവൻ വൈദികരും സിസ്റ്റേഴ്സും അൽമായി ഉൾപ്പെട്ട സമൂഹ ബലി, ദിവ്യകാരുണ്യ പ്രദക്ഷിണം, സമാപന ആശീർവാദം നടത്തപ്പെടുക. അതിനനുബന്ധിച്ചുള്ള കമ്മിറ്റികളൊക്കെ രൂപീകരിക്കപ്പെട്ട് കഴിഞ്ഞു. അതിൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്താൻ വേണ്ടി ഇന്ന് വീണ്ടും കമ്മിറ്റികൾ രൂപപ്പെടുത്തുകയാണ്, ഒന്നിച്ചു ചേരുകയാണ്. ഈ അവസരത്തിൽ നിങ്ങൾക്ക് വലിയ ദൗത്യമുണ്ട്. തലശ്ശേരി അതിരൂപതയുടെ ഈ വലിയ ഉദ്യമത്തെ ജനമനസ്സിൽ എത്തിക്കുക. അതിൽ നിങ്ങൾ കാണിക്കുന്ന വലിയ മനസ്സിനെ താല്പര്യപൂർവ്വം നന്ദി പറയുന്നു. തീർച്ചയായിട്ടും നിങ്ങളൊപ്പം ഞങ്ങളും ഈ വിഷയങ്ങളെ ജനമധ്യ എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ സഹകരണങ്ങൾക്ക് നന്ദി പറയാം. പ്രത്യേകിച്ച് ഇതിൻ്റെ ജനറൽ കൺവീനർ തോമാപുരം കൊറോണപ്പള്ളി വികാരി വെരി റവറൻഡ് ഡോക്ടർ മാണി മേൽവട്ടച്ചനാണ്.
അച്ഛൻ കൂടുതൽ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നതായിരിക്കും. ഒരു വലിയൊരു ആത്മീയ ഉത്സവത്തിന് തോമാപുരം ചിറ്റാരിക്കാൽ ദിവ്യകാരുണ്യ നഗറിൽ തുടക്കം കുറിക്കുകയാണ്. ഡിസംബർ 11 മുതൽ 14 വരെയാണ് ഈ ദിവ്യകാരുണ്യ കോൺഗ്രസ് എന്ന് വിളിക്കുന്ന യൂക്കരിസ്റ്റിക് കോൺഗ്രസ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയും. 11-ാം ലയോ മാർപ്പാപ്പയുടെ നേതൃത്വത്തിൽ ആദ്യമായി ഫ്രാൻസിലാണ് 1881 യൂക്കരിസ്റ്റിക് കോൺഫറൻസ് നടക്കുക. അതിൻ്റെ ചുവട് പിടിച്ച് ദേശീയ തലത്തിലും രൂപതാ തലങ്ങളിലെ ഇടവകളിലൊക്കെ ദിവ്യകാരുണ്യ കോൺഗ്രസ് സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. തലശ്ശേരി അതിരൂപതയിൽ ആദ്യമായിട്ടാണ് ഒരു ദിവ്യകാരുണ്യ കോൺഗ്രസ് സംഘടിപ്പിക്കപ്പെടുക. 70 വർഷത്തിലധികമുള്ള ചരിത്രത്തിൻ്റെ രൂപതയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട്. ദിവ്യകാരുണ്യ കോൺഗ്രസ്സിൽ ഡിസംബർ 11, 12, 13 ആദ്യത്തെ 3 ദിവസങ്ങളിൽ പ്രശസ്ത ധ്യാനഗുരുവും വചനപ്രഘോഷകനുമായിട്ടുള്ള ഡാനിയേൽ പൂവണ്ണത്തിലച്ചൻ, നിങ്ങൾക്കറിയാം അദ്ദേഹത്തിൻ്റെ വചനപ്രഘോഷണം നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാകും. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ദിവ്യകാരുണ്യ കൺവെൻഷനാണ്. അത് വൈകുന്നേരം 4:30 മുതൽ 9:30 രാത്രി 9:30 മണി വരെയാണ്. അതുപോലെ തന്നെ 2-ാം ദിവസം പകൽ ഈ 3 ദിവസ കൺവെൻഷൻ കൂടാതെ 12, 13 തീയതികളിൽ യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള സംവാദവും സിംബോസിയവും നടക്കും. യുവജനങ്ങൾ ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയ, സാമൂഹിക, സഭാപരമായ, വിശ്വാസപരമായ, വചനപരമായിട്ടുള്ള എല്ലാ വിഷയങ്ങൾക്കും 25 അംഗ പാനൽ വിദഗ്ധ സമിതി ഉത്തരങ്ങൾ നൽകുന്ന സംവാദ സദസ്സ് യുവജന സിംബോസിയം സംഘടിപ്പിക്കപ്പെടും. 14-ാം തീയതി ശനിയാഴ്ച സമാപന ദിവസം രാവിലെ 9:30 മുതൽ ഉച്ചകഴിഞ്ഞ് 3:30 മണി വരെ അതിരൂപതയിൽ 210, 218 ഇടവകകളിൽ നിന്ന് എത്തുന്ന ഡെലഗേറ്റ്സിന് വേണ്ടി 1200ഓളം വരുന്ന ഡെലഗേറ്റ്സിന് വേണ്ടി ദിവ്യകാരുണ്യ പഠന ശിബിരം സംഘടിപ്പിക്കപ്പെടും. അതിനുശേഷം സമാപന ദിവസമായ ശനിയാഴ്ച വൈകുന്നേരം 4:30 സമൂഹ ബലിയാണ്. അഭിവന്ദ്യ പിതാക്കന്മാരുടെ നേതൃത്വത്തിലുള്ള ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പളാനിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ഞർലക്കാട്ട്, ആർച്ച് ബിഷപ്പ് എമിരറ്റസ് മാർ ജോർജ് വലിയമറ്റം, മറ്റ് പിതാക്കന്മാരുടെ കാർമ്മികത്വത്തിൽ അതിരൂപതയിലെ എല്ലാ വൈദികരും സന്യാസ വൈദികരും ചേർന്ന് അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയാണ്. ഈ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നമുക്ക് ദിവ്യകാരുണ്യ രഹസ്യങ്ങളുടെ, മിശിഹായുടെ രക്ഷാകര രഹസ്യങ്ങളുടെ പ്രത്യേകമായിട്ട് ലൈവ് ഷോ ഉണ്ടാവും. എന്നുപറഞ്ഞാൽ ഗ്രൗണ്ടിൻ്റെ ചുറ്റുമുള്ള പന്തലുകളിൽ വിവിധ സ്റ്റേജുകളിലായിട്ട് ദിവ്യകാരുണ്യത, ഉദാഹരണമായിട്ട് അന്ത്യത്താഴം എനാക്റ്റീവ് ലൈവായിട്ട്, അതുപോലെ തന്നെ ചില നൃത്യങ്ങൾ 1/2 മണിക്കൂർ സമയം നടക്കും. സ്റ്റിൽ മോഡൽസ്, ഗ്രൗണ്ടിൻ്റെ ചുറ്റും ഈ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ സ്റ്റിൽ മോഡൽസ് നേരത്തെ ക്രമീകരിക്കപ്പെടും. അതുപോലെ തന്നെ ദിവ്യകാരുണ്യ എക്സിബിഷൻ നടക്കും. MCBS സഭാംഗങ്ങളുടെ നേതൃത്വത്തിൽ അതിനുവേണ്ടി ആ സ്കൂൾ ബിൽഡിംഗ്, താഴത്തെ സ്കൂൾ ബിൽഡിങ്ങിലെ 6 ക്ലാസ് മുറികൾ എക്സിബിഷന് വേണ്ടി വിട്ടുകൊടുക്കുകയാണ്. അതിനകത്ത് ദിവ്യകാരുണ്യ അത്ഭുതങ്ങളും അതുപോലെ തന്നെ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ ചിത്രങ്ങൾ, ചരിത്രങ്ങൾ തുടങ്ങിയവയും അടങ്ങിയ എക്സിബിഷൻ നടക്കും. അതുപോലെ തന്നെ ലൈവ് ഷോയും നടക്കും ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ. അതുപോലെ തന്നെ ദിവ്യകാരുണ്യ സംബന്ധിയായിട്ട് എല്ലാ പുസ്തകങ്ങളുടെയും എക്സിബിഷനും ഇതിനോടനുബന്ധിച്ച് നടക്കും. ഈ എക്സിബിഷനോടൊപ്പം തന്നെ അവസാന ദിവസത്തെ സമൂഹ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടക്കുന്നത് ആഘോഷമായിട്ടുള്ള ദിവ്യകാരുണ്യ പ്രദർശനമാണ്. നഗരത്തിലേക്ക് തോമാപുരം ചിറ്റാരിക്കാൽ ടൗണിൽ നടക്കുന്ന പുഷ്പാലങ്കൃത പല്ലക്കിലാണ് ദിവ്യകാരുണ്യം എഴുന്നള്ളിക്കുന്നത്. വെളിപാടിൻ്റെ പുസ്തകത്തിൽ ഒരു ദർശനമുണ്ട്. 12 അപ്പസ്തോലന്മാരും 12 മൂപ്പന്മാരും ചേർന്ന് വഹിക്കുന്ന പേടകത്തെക്കുറിച്ചൊരു ദർശനമുണ്ട്. ആ ദർശനത്തിൻ്റെ മാതൃകയിൽ 24 വൈദികർ തിരുവസ്ത്രങ്ങൾ അണിഞ്ഞാണ് ദിവ്യകാരുണ്യം വലിയ പല്ലക്കിൽ എഴുന്നള്ളിക്കുന്നത്. അതിൻ്റെ മുന്നിലായിട്ട് 1500ഓളം വരുന്ന ആദ്യ കുർബാന ഡ്രസ്സിൽ കിരീടമൊക്കെ എടുത്ത് നെറ്റൊക്കെ ഇട്ട് അണിനിരക്കുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും, 40 ധൂപക്കുറ്റികൾ, 40 കൈമണികൾ, 40 വലിയ തിരിക്കാലുകൾ, 1500ഓളം ആദ്യ കുർബാന സ്വീകരിച്ച കുട്ടികൾ മുന്നിൽ അണിചേരുന്ന ദിവ്യകാരുണ്യ പ്രദർശനമാണ് ടൗണിലേക്ക് നടക്കുന്നത്. അതിൻ്റെ പിന്നിലായിട്ട്
നൂറുകണക്കിന് വൈദികരും നൂറുകണക്കിന് സിസ്റ്റേഴ്സും അതുപോലെ തന്നെ വിവിധ ഇടവകളിൽ നിന്ന് എത്തിച്ചേരുന്ന 1200-ലധികം വരുന്ന ഡെലഗേറ്റ്സും എല്ലാവരും വെള്ള വസ്ത്രത്തിൽ അണിനിരന്ന് ദീപികാരുണ്യ പ്രദക്ഷിണത്തെ അനുഗമിക്കും. അതിൻ്റെ പിന്നിലായിട്ട് ജനങ്ങൾ മുഴുവനുമാണ് ദീപികാരുണ്യ പ്രദക്ഷിണത്തെ അനുഗമിക്കുന്നത്. ഈ 1 കിലോമീറ്റർ വരുന്ന ഈ ടൗൺ ചുറ്റി വരുമ്പോൾ 1500 അമ്മമാരെ മുത്തുക്കുടകളുമായിട്ട് 2 ലൈനായിട്ട് ഈ വീഥിയുടെ ഇരുവശങ്ങളിലും നിലയുറപ്പിച്ചിട്ട് അതിൻ്റെ മധ്യയാണ് ദീപികാരുണ്യം എഴുന്നള്ളിച്ചുകൊണ്ടുള്ള ഈ പല്ലക്ക് കടന്നു പോകുന്നത്. ഇതിനോടനുബന്ധിച്ച് തന്നെ ആദ്യത്തെ ദിവസത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ആർച്ച് ബിഷപ്പ് എമരിറ്റസ് ജോർജ് ഞർലക്കാട്ട്, രണ്ടാമത്തെ ദിവസത്തെ വിശുദ്ധ കുർബാനയ്ക്ക്, ഇതെല്ലാം ഞാൻ പ്രസ് റിലീസിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, മാർ അലക്സ് താരാമംഗലം മാനന്തവാടി രൂപതയുടെ ബിഷപ്പ്, മൂന്നാമത്തെ ദിവസത്തെ വിശുദ്ധ കുർബാനയ്ക്ക് മാർ ജോസഫ് പണ്ടാരശ്ശേരി കോട്ടയം അതിരൂപതയുടെ കണ്ണൂർ സഹായമെത്രാൻ എന്നിവരും വിശുദ്ധ കുർബാനയെ അർപ്പിച്ച് ബലിയർപ്പിച്ച് ജനങ്ങൾ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ആദ്യത്തെ 3 ദിവസം 100 വൈദികർ കുമ്പസാരത്തിനായിട്ട് അണിനിരക്കുന്നതാണ്. അതുപോലെ തന്നെ രോഗികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പവലിയൻ, 24 കമ്മിറ്റികളാണ് ഇതിൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. 750ഓളം വരുന്ന കമ്മിറ്റി അംഗങ്ങളും 24 കമ്മിറ്റികളും ബൃഹത്തായിട്ട് ഇതിൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് വരികയാണ്. അതുപോലെ തന്നെ തോമാപുരം നിങ്ങൾക്ക് വന്ന വഴിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് കാണാം, ദിവ്യകാരുണ്യ കൂടാരം 101 ദിവസം 13 മണിക്കൂർ ആരാധന, ദിവ്യകാരുണ്യ ആരാധന ഇതിൻ്റെ വിജയത്തിന് വേണ്ടി നടക്കുകയാണ്. ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മൾ ഇതിൻ്റെ വിജയത്തിന് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങി പങ്കെടുക്കുന്ന എല്ലാവർക്കും, നാനാജാതി മതസ്ഥർക്കും വലിയ അനുഗ്രഹവും ക്രമയും സമാശ്വാസവും ലഭിക്കാൻ വേണ്ടി തക്കവിധമാണ് ദിവ്യകാരുണ്യ കോൺഗ്രസ് ക്രമീകരിച്ചിരിക്കുന്നത്. ജീവനും സൗഖ്യവും സാഹോദര്യവും സമാധാനവും ദിവ്യകാരുണ്യനാഥനിലൂടെ എന്നുള്ളതാണ് ഈ ദിവ്യകാരുണ്യ കോൺഗ്രസിൻ്റെ പ്രമേയം. നിങ്ങളെല്ലാവരെയും, പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകരെല്ലാവരെയും ആ ദിവസങ്ങളിലും പ്രത്യേകമായിട്ട് ക്ഷണിക്കുകയാണ്. ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും നിങ്ങൾ ഇതിനെക്കുറിച്ചുള്ള പ്രചുര പ്രചാരം നൽകണമെന്ന്, പ്രത്യേകിച്ച് നമ്മൾ കണ്ണൂർ കാസർഗോഡ് ജില്ല കേന്ദ്രീകരിക്കുമ്പോൾ നിങ്ങൾക്ക് ഓൾ കേരള ന്യൂസ് കൊടുക്കാം. അതോടൊപ്പം തന്നെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നല്ല വാർത്ത കൊടുക്കണമെന്നും പ്രത്യേകമായിട്ട് നിങ്ങളെ അഭ്യർത്ഥിക്കുകയാണ്. ഇത്രയും കാര്യങ്ങളാണ് സങ്കല്പങ്ങളിൽ ചേർക്കപ്പെടേണ്ട ഒരു സുവർണ നിമിഷമാണ് ദിവ്യകാരുണ്യ കോൺഗ്രസും ദിവ്യകാരുണ്യ കൺവെൻഷനും. തലശ്ശേരി കഴിഞ്ഞ 2024 ദിവ്യകാരുണ്യ വർഷമായി പ്രഖ്യാപിച്ച് ദിവ്യകാരുണ്യ ചൈതന്യം മനുഷ്യരുടെ കുടുംബങ്ങളിലും സമൂഹത്തിലും പ്രചരിപ്പിക്കുക എന്ന വലിയ ലക്ഷ്യത്തോടുകൂടി വിശ്വാസത്തിൻ്റെ വലിയ പ്രഘോഷകരായി മാറേണ്ടവരാണ് ദിവ്യകാരുണ്യ സംസ്കാരം ലോകത്തിൽ എല്ലായിടത്തും എത്തിക്കാനുള്ള വലിയൊരു ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ ദിവ്യകാരുണ്യ വർഷാഘോഷ പരിപാടികൾ. അതിൻ്റെ സമാപനത്തിൽ ഇവിടെ നടക്കുന്ന ഈ തോമാപുരം സൂചിച്ച് നടക്കുന്ന ദിവ്യകാരുണ്യ കൺവെൻഷനും ദിവ്യകാരുണ്യ കോൺഗ്രസും, അതിനേക്കാൾ ഉപരിയായി ദിവ്യകാരുണ്യ പ്രദക്ഷിണവും ഏറെ ദൈവത്തിൻ്റെ വലിയ കൃപ ചൊരിയുന്ന നിമിഷങ്ങളാണ്. ഈ സംരംഭത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുവാനും മീഡിയയിലൂടെ അത് പ്രചരിപ്പിക്കുവാനും ഉള്ള വലിയ ആഗ്രഹപ്രകാരമാണ് ഞങ്ങളിപ്പോൾ ഒരു മീഡിയ പ്രസ് കൗൺസിലിലൂടെ വിളിച്ചു കൂട്ടിയത്. തീർച്ചയായിട്ടും മീഡിയ പ്രവർത്തകരായി നിങ്ങളിവിടെ എത്തിച്ചേർന്നു. നിങ്ങളുടെ അകമഴിഞ്ഞ സഹകരണം ഞങ്ങളുടെ ഈ സംരംഭത്തിന് വിജയത്തിനുണ്ടാവണം. മീഡിയയിലൂടെ ഈ വാർത്തകളൊക്കെ പ്രചരിപ്പിക്കുവാനും ഇവിടെ നടക്കുന്ന ഈ സംഭവം ഒരു വലിയ സംഭവമാക്കി മാറ്റുവാൻ നിങ്ങളുടെ സഹായം ഉണ്ടാവണം. അതിനായി നിങ്ങളിന്ന് ഇവിടെ കൂടിയ ഈ പ്രസ് കോൺഫറൻസിൽ നിങ്ങളുടെ എല്ലാവരുടെ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. ഞാൻ പ്രത്യേകമായി ഈ കോൺഫറൻസിൽ പങ്കെടുത്തുകൊണ്ട് നിങ്ങളോട് സംസാരിച്ച മോൺസിഞ്ഞർ മാത്യു അടുത്തപ്പടവലച്ചനും ഈ കാര്യങ്ങളെ വിശദീകരിച്ച ഇതിൻ്റെ ജനറൽ കൺവീനർ ഡോക്ടർ മാണി വേർപെട്ടതിന് തൂന്നലസിന്റെ പേര് മാത്രം വെട്ടിയാൽ മതി. സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ NABH പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ISO സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ. മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി 140 ബെഡുകളോടെ 24 മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു. എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, CT സ്കാൻ, അൾട്രാസൗണ്ട് സ്കാനിംഗ്, ലാപ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ, ICU, ലേബർ റൂം, NICU, PICU, ലബോറട്ടറി, മൈക്രോബയോളജി,
ഫിസിയോതെറാപ്പി, ഡയാലിസിസ്, ഡെന്റൽ കെയർ, ബ്ലഡ് സ്റ്റോറേജ്, ഡീലക്സ് റൂംസ്, ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ, കരുവഞ്ചാൽ. ഫോൺ 9400 062 912.